ഹലോ ഫ്രണ്ട്സ്, റംസാനൊക്കെ അല്ലേ. അപ്പം ഞാൻ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ചിക്കനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പരീക്ഷിച്ചുണ്ടാക്കിയ ഒരു ചിക്കനാണ്. അപ്പോൾ റംസാൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന ഒരു വിഭവമാണ്. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യം തന്നെ ഇവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് അതിൽ നമ്മൾ പൊരിക്കാനുള്ള മസാലകളൊക്കെ ചേർത്തിട്ടുണ്ട്. അതായത് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. കുറച്ച് മുളക് പൊടി, അതായത് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ 1 നുള്ള് മഞ്ഞൾ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഞാൻ കുറച്ച് തൈരും പിന്നെ 1 സ്പൂണ് ചിക്കൻ പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു അരമണിക്കൂറായി ഞാൻ ഇതേപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഗ്യാസ് ഓണാക്കിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ എടുക്കലേ. ഞാൻ കുറച്ചധികം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കാരണം ആദ്യം തന്നെ ചിക്കൻ ഇതിലിട്ടിട്ട് പൊരിക്കാനാണ് പോകുന്നത്. നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ എണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ തിളച്ചപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ഓരോന്നായി ഞാൻ ഇട്ട് കൊടുത്തു. ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കുറച്ച് ഒഴിക്കുന്നുള്ളൂ. നമുക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഒഴിക്കണം നിർബന്ധമില്ല. അതേപോലെ ഇത്തിരി സോയ സോസ് ഇത്തിരി, എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഞാൻ അവിടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉള്ളി, 3 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വലിയതും ഒരു ചെറിയതും തക്കാളി, പിന്നെ ചെറിയ ഉള്ളി കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ലാസ്റ്റാണ് ഇടുന്നത്. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ്, അതേപോലെ 2 പച്ചമുളക്, കുറച്ച് കരിവേപ്പില, അതേപോലെ പിന്നെ ചുവന്ന വറ്റൽമുളക്. ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഈ എണ്ണയിൽ. അപ്പോൾ ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യം തന്നെ എന്ത് ചെയ്യുക, നമ്മൾ കരിവേപ്പിലയും അതേപോലെ തന്നെ വറ്റൽമുളകും ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, നമ്മൾ സവാള ഉള്ളി എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ചിക്കൻ പൊരിച്ചതുകൊണ്ടാണ് അടിയിൽ ഇങ്ങനെ കരിഞ്ഞത് പോലെ കാണുന്നത്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചിട്ടാൽ മതി. നമ്മളെ ഉള്ളി ഏകദേശം വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്യുക, തക്കാളിയും മറ്റുള്ള സാധനങ്ങളും ഇടാം. മല്ലിയില ഒഴിക്കുക. പിന്നെ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടാണ് അരിഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഇവിടെ ആരും തിന്നൂല. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ അത് വായിൽ തനിയെ പോയിക്കോളും. അതുകൊണ്ടാണ് തക്കാളി ഒക്കെ ഇടാം. അപ്പോൾ ഇതിൽ നമ്മൾ ചിക്കൻ പൊരിച്ചുകൊണ്ടാണ് അടിഭാഗത്ത് കരിഞ്ഞ പോലെ വരുന്നത്. ചിക്കൻ്റെ ഒരു ഇതൊക്കെയാണ് കരിഞ്ഞതുപോലെ ആയിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാത്രം മാറ്റിയിട്ട് യൂസ് ചെയ്യാം. ഞാൻ സെയിം പാത്രത്തിൽ തന്നെ ഇട്ടുന്നുള്ളൂ. നമ്മൾ തക്കാളിയും ഇതൊക്കെ സാധനങ്ങളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഇടാം. ഞാൻ ഇടുന്നത് 1 സ്പൂണ് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ, 2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1 നുള്ളു മഞ്ഞൾ, ഒരു ചെറിയ സ്പൂണ് ഗരം മസാല, 1 സ്പൂണ് ചിക്കൻ മസാല ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പച്ചക്കറി ഇടുമ്പോൾ ക്യാപ്സിക്കം കൂടി ഇട്ടാണെങ്കിൽ നല്ല രസം ഉണ്ടാവും. എൻ്റെ അടുത്ത് ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. ചിക്കൻ കറി വെക്കുമ്പോഴൊക്കെ ഞാൻ ക്യാപ്സിക്കം ഇടാറുണ്ടായിരുന്നു. ഇതൊരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. മസാല ഒക്കെ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ മസാല റെഡി ആയപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഗ്രേവി ആയിട്ട് വരും. ഇനി ഇതിലേക്ക് വേണം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ. നമ്മൾ പൊരിച്ച ചിക്കനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പൊരിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം പൊരിച്ചത്. പൊരിച്ച ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ റെഡിയായി നമ്മളെ കറി. അതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് അവസാനം കട്ട് ചെയ്ത് വെച്ചാൽ മല്ലിയില കൂടി ഇതിലേക്ക് ഇടാണ്. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പത്തിരിയാണ്. ഞങ്ങൾ കണ്ണൂർക്കാരായതുകൊണ്ട് കണ്ണൂർ പത്തിരിയാണ് ഇവിടെ സൈഡിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ചിക്കൻ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് കൊള്ളായി അവിടെ ഡിസ്ലൈക്ക് ഒന്നും ചെയ്യാൻ വരരുത് കേട്ടോ, കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം. ദിസ് ഇസ് മീ റഫീന.